ഫാദറിന് ഇൻഷുറൻസ് കിട്ടിയാലേ ഞങ്ങൾക്കും എടുക്കൂ, ഇല്ലെങ്കിൽ ആർക്കും വേണ്ട. ചില ആൾക്കാർ പറയും ഫാദറിന് കിട്ടിയാലേ മദറിന് എടുക്കൂ, ഇല്ലെങ്കിൽ രണ്ടു പേർക്കും വേണ്ട. എന്ന് വെച്ചാൽ അസുഖമുള്ള ആൾക്ക് ഇൻഷുറൻസ് കിട്ടിയാലേ ബാക്കിയുള്ളവർക്ക് എടുക്കൂ, ഇല്ലെങ്കിൽ ആർക്കും വേണ്ട. ഇങ്ങനെ തീരുമാനം എടുത്ത ഒരാളുടെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. അതായത് കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കാൻ നോക്കിയപ്പോൾ അന്ന് ഫാദറിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനി പറഞ്ഞു ഫാദറിന് പോളിസി തരാൻ പറ്റില്ല, ബാക്കി എല്ലാവർക്കും തരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരാളെ ഒഴിവാക്കിയിട്ടുള്ള ഇൻഷുറൻസ് എനിക്ക് വേണ്ട, എടുക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച്, ഇല്ലെങ്കിൽ ആർക്കും വേണ്ട. അങ്ങനെ ഇൻഷുറൻസ് വേണ്ടാന്ന് പറഞ്ഞ് അന്ന് അദ്ദേഹം പോയി. ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് അദ്ദേഹം എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ചു. അതായത് അന്ന് കമ്പനി നമുക്ക് തരാമെന്ന് പറഞ്ഞ ആ ഇൻഷുറൻസ് ഇല്ലേ, അത് നമുക്കങ്ങ് എടുത്തേക്കാം, ഇനി നീട്ടിക്കൊണ്ട് പോകണ്ട. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, സാർ അന്ന് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, ഫാദറിന് കിട്ടാത്ത ഇൻഷുറൻസ് ആർക്കും വേണ്ടാന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇപ്പം പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഫാദറിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൈസ ഹോസ്പിറ്റലിൽ ചിലവാക്കേണ്ടി വന്നു. ഇപ്പോൾ ഹെൽത്തൊക്കെ ഓക്കെ ആയി, ഞാൻ ഫൈനാൻഷ്യലി ഒന്ന് ഡൗൺ ആയി പോയിട്ട് അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൈഫിന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊന്ന് ഡോക്ടറെ കാണാൻ പോയതാണ്. പക്ഷേ ടെസ്റ്റൊക്കെ എടുത്ത് റിസൾട്ട് വന്നപ്പോൾ ലുക്കീമിയ മീൻസ് ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഇനി ഒരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും കൂടി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അതാ ഞാൻ ആലോചിച്ചത്, ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങ് എടുക്കുവാണെങ്കിൽ പിന്നെ ട്രീറ്റ്മെന്റിന്റെ എക്സ്പെൻസ് എല്ലാം അതിൽ കയറി പൊക്കോളുമല്ലോ. ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് അദ്ദേഹം പെട്ടെന്ന് ഇൻഷുറൻസ് എടുക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ഇൽനെസ് ഡയഗ്നോസ് ചെയ്താൽ പിന്നെ ഒരു കമ്പനി നമുക്ക് ഇൻഷുറൻസ് തരില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അന്ന് നമുക്ക് ആ ഇൻഷുറൻസ് അങ്ങ് എടുത്താൽ പോരായിരുന്നു, അന്ന് സാറിന്റെ ഫാമിലിയിൽ ആർക്കും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലായിരുന്നല്ലോ, അന്ന് എടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഫാദറിന് ഇൻഷുറൻസ് എടുക്കാതെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഫാദറിന് എന്ത് തോന്നും എന്ന് ആലോചിച്ചിട്ടാണ് അന്ന് ആർക്കും ഇൻഷുറൻസ് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തീരുമാനം എടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് ഒരാൾക്ക് കിട്ടാത്ത ഇൻഷുറൻസ് ആർക്കും വേണ്ടാന്ന് പറഞ്ഞല്ല. നമ്മൾ അവരോടുള്ള സ്നേഹം കാണിക്കേണ്ടത് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് വേണം. ഇനിയുള്ള കാലത്ത് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഇൻഷുറൻസ് തന്നെ വേണം. കാരണം ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് അതുപോലെ കൂടി വരുവാണ്. നമ്മുടെ ഫാമിലിയിൽ ആർക്ക് എന്ത് ഹോസ്പിറ്റലൈസേഷൻ വന്നാലും ആരാ പൈസ മുടക്കേണ്ടത്? നമ്മൾ തന്നെ മുടക്കണം. ഇപ്പോഴത്തെ കാലത്ത് ഒരാളുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് തന്നെ താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ബില്ല് വരുന്നത്. അപ്പോഴാണ് നമ്മൾ എല്ലാവരുടെയും ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഞാൻ കയ്യിൽ നിന്ന് എടുത്തോളാമെന്ന് തീരുമാനിക്കുന്നത്. പണ്ടായിരുന്നെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് പിന്നെയും അഫോർഡ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ റോബോട്ടിക് സർജറി ഒക്കെ വന്നതുകൊണ്ട് അതിൻ്റെ ബില്ലൊന്നും നമ്മളെ കൊണ്ട് മീൻസ് ഒരു നോർമൽ ഫാമിലിയെ കൊണ്ട് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. അടുപ്പിച്ച് 2 ഹോസ്പിറ്റലൈസേഷൻ വന്നാൽ നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആകെ തെറ്റും. അതുകൊണ്ട് ഇപ്പോൾ ആർക്കൊക്കെ ഇൻഷുറൻസ് കിട്ടുന്നോ അവർക്ക് എടുത്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് അവരെ നമുക്ക് സേഫ് ആക്കാമല്ലോ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഇൻഷുറൻസ് വേണ്ടാന്ന് വെച്ചവരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈസി ആയിട്ട് ഇൻഷുറൻസ് കിട്ടാൻ ചാൻസ് ഉള്ളവരുടെ അവസരം